വിമാനം നമ്മുടെ പടത്ത് മരുന്നടിക്കാൻ വന്നതാവുമോ? നോക്കി എത്രയാ വിമാനങ്ങൾ. ആ പണിയൊക്കെ എവിടെ നിർത്തി ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ അമ്മൂമ്മ എന്തൊരു തീറ്റയായത്. വാ നോക്ക്. വിമാനങ്ങളിൽ നിന്ന് വരുന്നത് തീക്കാറ്റാണല്ലോ. എന്റെ അമ്മൂമ്മ ഈ തീറ്റയും കൂടി ഒന്ന് നിർത്ത്. ഓളം തിന്നിട്ടടി മോളെ, നല്ലോണം തിന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. മോള് പറഞ്ഞത് ശരിയാട്ടാ. അത് വെറും വിമാനമല്ല, യുദ്ധവിമാനമാ. ജപ്പാൻകാരെ പാഠം പഠിപ്പിക്കാൻ അമേരിക്ക വിട്ടത്. അയ്യോ വേഗം പൊള്ളുകയാണ് ഇവിടെ കിടന്ന. അയ്യോ അച്ഛാ 1945 ഹിരോഷിമയെ ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള അമേരിക്കൻ ഇറാനിയൻ ബോംബ് വർഷിച്ചു. 1,00,000-ഓളം പേർ മരിച്ചു. 1943 ജനിച്ച സഡാക്കോ സസാക്കി എന്ന് പറയുന്ന കുട്ടിക്ക് അന്ന് വെറും 2 വയസ്സ് പ്രായം മാത്രം. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവൾ വളർന്നു. അമ്മേ അമ്മേ ഒന്നിങ്ങ് വന്നേ, എന്റെ ഷൂ ജോസൊക്കെ എടുക്കേ. ഇന്ന് എല്ലാവരെയും തിരക്കി എനിക്ക് ഒന്നാമതാവണ്ടല്ലേ. എന്റെ അമ്മേ അതൊന്ന് നിർത്ത്, ഒന്നിങ്ങോട്ട് വാ. ആ മോളെ എല്ലാം ഒന്ന് ഒതുക്കി വെക്കണ്ടേ. ഇന്ന് എന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടോ? ആ മോളെ മോളെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. മോളെ നമ്മൾ വിളിച്ചു ഒറ്റക്കായി ആക്കണമെന്നായിരുന്നു. മോള് ജയിക്കും, ഒന്നാമതാവും. ഇതാ ട്രാക്കിൽ വാശിയേറെ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് നോക്കാൻ ഇപ്പോൾ സസാക്കി മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാ സസാക്കി കൊച്ചുപിടിക്ക് എന്നാണ് അവരുടെ പേര്. അല്ല, ഒറ്റ കുതിപ്പിന് തന്നെ സസാക്കി വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ അഭിമാനം സസാക്കി. സസാക്കി 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 അത്ഭുതം. ഈ മഹാമാരി കൊച്ചു പെൺകുട്ടിയാണ് പേടിച്ചിട്ടുള്ളത്. വിശ്രമം വേണം, പരിപൂർണ്ണ വിശ്രമം. എനിക്ക് എന്റെ കൂട്ടുകാരെ കാണണം, പ്രാക്ടീസ് ചെയ്യണം, ഒന്നാമതാവണം. ദയവായി കഥകൊന്ന് തുറന്നു വിടും. മനസ്സിലെ ആഗ്രഹം നിറവേറ്റാൻ 1000 കടലാസുമൊക്കെ ഉണ്ടാക്കണമെന്നല്ലേ ജപ്പാൻകാരുടെ വിശ്വാസം. എന്താണ് കുട്ടി പറയണേ? 1000 കടലാസുമൊക്കെ ഉണ്ടാക്കിയോ? നടക്കൊന്നുമില്ല. എത്ര പരിശ്രമം വേണം. അതാണെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ പരിപൂർണ്ണ വിശ്രമം വേണം കേട്ടോ. അമ്മ ഇപ്പോൾ എനിക്ക് എന്തോരം പേര് എനിക്ക് വേണ്ടി 1000 കടലാസുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അമ്മേ ഇത് 641. 643. Sasaki! 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 Doctor? Sasaki! ഇപ്പോഴും യുദ്ധവീരന്മാർ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. യുദ്ധം സമാധാനക്കേടാണ്. ജീവിതം സമാധാനം.